റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമന്നാർ. രണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളുടെ കണ്ണുകൾ, അതിനെ നരകം സ്പർശിക്കുകയേയില്ല എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ പോവൂല. അതിലൊന്ന് ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പോവൂല. അതേപോലെ തന്നെ വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാജ്യത്തിന് കാവൽ നിന്ന കണ്ണുകൾ, ഉറങ്ങാതെ കാവൽ നിൽക്കുക. എന്തിന്? രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? വിദേശികളുടെ അഥവാ സുരക്ഷ എന്ന് പറയുന്നത് റിബാത്ത് എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ആഭ്യന്തരവും വൈദേശികവുമായ ശത്രുക്കളിൽ നിന്ന് രാഷ്ട്രത്തെ സംരക്ഷിക്കലാണ്. അതാണ് റിബാത്ത്. ആഭ്യന്തര ശത്രുക്കൾ ഉണ്ടാവരുത്, അതാണ് കൂടുതൽ അപകടം. വൈദേശികമായ ശത്രുക്കളും ഉണ്ടാവരുത്. ഇത് രണ്ടിൽ നിന്നും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ സംരക്ഷിക്കുന്നതിന് ഇസ്ലാം നൽകുന്ന സാങ്കേതിക പദമാണ് റിബാത്തുൻ. ആ റിബാത്തിന് വേണ്ടി, രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉറങ്ങാതിരുന്ന കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു.